ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിവിടെ വലിയ കപ്പിൽ 1 കപ്പ് അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ. എന്നിട്ട് ഞാനൊരു കുടുക്കയിൽ ലേശം വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി അരിപ്പിലിട്ട് വാർത്തതിന് ശേഷം നമുക്ക് ഈ കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഞാൻ കഴുകിയിട്ടാണ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കുടുക്കിക്ക് ഇടുന്ന സമയത്ത് നമ്മൾ പിന്നെ കഴുകൊന്നുമില്ല. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിൽ കട്ട കെട്ടി കിടക്കും അരി. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്നലെ അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നല്ല വേവിക്കൂല, ഒരു പകുതി വേവാകുമ്പോൾ നമ്മളെടുത്ത് മാറ്റും. ഫ്രൈഡ് റൈസിന് നന്നായിട്ട് വേവില്ലല്ലോ അരി. അപ്പോൾ ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ അരി വാർത്ത് ആണ് മാറ്റി വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അരി നന്നായിട്ടൊരു മുക്കാൽ വേവാകുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്, വെള്ളം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം അരി വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കൊട്ടയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാനൊരു പയർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വലിയ ജീരകം പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് വഴറ്റിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ഇടുന്നുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും ജസ്റ്റ് നന്നായിട്ട് തക്കാളി ഇതിലേക്ക് വഴണ്ടി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായി വഴറ്റിയ ശേഷമാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചെറുജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ ഞാൻ ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തൈര് ഇടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 സ്പൂണ് സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ചെറിയ സ്പൂണിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്ത കാരണമാണ് 2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ എരിവെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ കറിക്ക് എരിവുണ്ടാവും. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടി ഇടുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഫ്രൈഡ് റൈസ്ക്ക് മാത്രം ഉണ്ടാക്കുന്നപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കടിയിലേക്കൊക്കെ എടുക്കാം. അപ്പോൾ അതിന് കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് വെച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ തന്നെ നമ്മൾ ഗ്രേവി എല്ലാം കട്ടിയിൽ വരും. ഇതിൽ
അതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് ഉപ്പും എരിവെല്ലാം കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഞാൻ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് കഴിക്കാനും ഇഷ്ടമാണ്. അതുപോലെ തന്നെ രാത്രിയും കഴിക്കും. നമ്മൾ കടിയിലേറെ കഴിക്കും അവർ ഈ ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിൽ. ഉപ്പ് കുറവായത് കാരണം കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടില്ല. പച്ചമുളക് ഫസ്റ്റ് ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പച്ചമുളക് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എരിവ് വരും. ഞാൻ ഒരുപാട് വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പച്ചമുളക് ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് നന്നായിട്ട് വേവുമില്ല, കാണാനും വൃത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് എരിവും കുറവായിരിക്കും, വലിയ എരിവും ഉണ്ടാവില്ല. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. തേങ്ങയും കുറച്ച് കാഷ്യൂണ് അരച്ചൊഴിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ പച്ചമുളക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ഇതൊരു പകുതി വേവായ സമയത്താണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ഗ്രേവി എല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 5-6 മിനിറ്റോളം ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയും കാഷ്യൂ അരച്ചൊഴിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാഷ്യൂ ആണ് ഇതിൽ കൂടുതലിടുന്നത്. അതുപോലെ തന്നെ തേങ്ങയല്ല, തേങ്ങയുടെ പാലും കാഷ്യൂനോട്ടുമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് പാകത്തിന് നമുക്ക് കാഷ്യൂം തേങ്ങാപ്പാലും ഒഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കുറവായി വരും. അപ്പോൾ എന്താ കുറവുള്ള വെച്ചെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് തിളപ്പിച്ചിട്ടില്ല, കറി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടുള്ളൂ. നമുക്കത് മാറ്റി വെക്കാം. ഇത് ചപ്പാത്തിക്കും എല്ലാത്തിക്കും കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഫ്രൈഡ് റൈസിലുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കോൺഫ്ലവർ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. വേഗം വെന്ത് കിട്ടും ചെയ്യും നമുക്ക് അങ്ങനെ ആകുമ്പോൾ. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, അതുപോലെ തന്നെ സെല്ലറി, ചെറിയ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലാണ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. ഒക്കെ ജസ്റ്റ് സോട്ട് ചെയ്യുക ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ബീൻസ്, നമ്മുടെ കയ്യിൽ എന്താണ് വെജിറ്റബിൾസ് ഉള്ളത് അതെല്ലാം തേക്കിടാം. പിന്നെ എനിക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് കാരണം ഞാൻ സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ടില്ല, സെല്ലറിയാണ് ഇട്ടിട്ടുള്ളത്. ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. തീ കുറച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയുടെ കളറെല്ലാം മാറും. അത് കാരണം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നടുവ് ചെറിയ കുഴിയാക്കിയിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ജസ്റ്റ് സ്ക്രാമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും സ്പ്രിംഗ് ഓണിയൻ ഇടുമ്പോഴാണ് ഫ്രൈഡ് റൈസ്ക്ക് നല്ല ടേസ്റ്റ് വരിക. എനിക്കന്ന് ഫ്രൈഡ് റൈസ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ല, ഉണ്ടായിരുന്നില്ല. സാധാരണ വീട്ടിലുണ്ടാവാറുണ്ട്. ഞാൻ ഇതിലേക്ക് ചിക്കൻ വേവിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഷാലോ ഫ്രൈ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വേഗം വെന്ത് കിട്ടും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഫ്രൈഡ് റൈസിൻ്റെ അരിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഓയിൽ കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറി എല്ലാം പച്ച നിറത്തിൽ കിടക്കുന്നുണ്ട്. അതാണ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ പച്ചക്കറി വേവിക്കണം എന്ന് പറയുന്നത്. ജസ്റ്റ് സോട്ട് ചെയ്യുള്ളൂ ചെയ്യുക, നന്നായിട്ട് വേവിക്കില്ല നമ്മളത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഫ്രൈഡ് റൈസിനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾക്കെല്ലാം ഇത് കറി എന്തായാലും ഉണ്ടെങ്കിലും ചിക്കൻ ഫ്രൈ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ, മുളക്, കോൺഫ്ലോർ, ഗരം മസാല, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഷെയർ ചെയ്യാൻ മറക്കരുത്.